വചനം, ദൈവ വചനമാണ് നിങ്ങൾ കേൾക്കുന്ന ദൈവരാജ്യം. യേശു ശിഷ്യന്മാരെ വചനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരാകുന്നതിനു മുമ്പ് യേശു ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ യേശു 40 രാവും 40 പകലും യേശു ഉപവസിച്ചിരുന്നു. ഉപവാസവും പ്രാർത്ഥനയിലും മാത്രം യേശു 40 രാവും 40 പകലും ദൈവത്തോടു കൂടെയായിരുന്നു. അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ യേശു ശിശുവായി വളർന്നു വലുതായി. എന്നാൽ യേശുവിൻ്റെ ദൗത്യമുണ്ട്. യേശു ഏറ്റെടുത്ത ദൗത്യം ഒരു വലിയ ത്യാഗമായ ദൗത്യമായിരുന്നു. വചനം കൊണ്ട് ലോകത്തെ രക്ഷിക്കുന്ന ദൗത്യമാണ് യേശു ഏറ്റെടുത്തത്. അങ്ങനെ യേശു 40 രാവും 40 പകലും ഉപവസിച്ചു പ്രാർത്ഥിച്ചു. 40-ാം ദിവസം അവന്റെ പ്രാർത്ഥന യേശു പൂർത്തിയാക്കി. പ്രാർത്ഥന പൂർത്തിയാക്കി യേശു ദൈവപുത്രനാണെന്ന് ലോകമുള്ള സകല ആത്മാക്കൾക്കും വെളിപ്പെട്ടു. അപ്പോൾ യേശുവിനെ സാത്താൻ പരീക്ഷിക്കാനായി വരുന്നു. Praise the Lord. യേശു പരീക്ഷിക്കപ്പെടുന്നു. ദൈവപുത്രൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ലോകത്തിലെ നാം എല്ലാം എത്രയധികം പരീക്ഷിക്കപ്പെടേണ്ടവരാണ്. ആദ്യത്തെ പ്രലോഭനം നമുക്കറിയാം, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ പ്രലോഭനങ്ങളാൽ യേശുവാണ് പ്രലോഭനങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ പ്രലോഭകൻ. സാത്താൻ യേശുവിൻ്റെ അരികിലെത്തി ധ്യാനം കഴിഞ്ഞപ്പോൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തോടടുക്കുമ്പോൾ നമ്മളോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സാത്താനാണ്. പരീക്ഷകൾ. അപ്പൊ സാത്താൻ വന്ന് യേശുവിനോട് പറയുകയാണ്, നീ 40 രാവും 40 പകലും ഉപവസിച്ചു, നിനക്ക് ഘോരമായ വിശപ്പുണ്ടാകും. നീ ഇപ്പോൾ ദൈവപുത്രനാണ്. 40 രാവും 40 പകലും ഉപവസിച്ച യേശു, സാത്താനാണത് ആദ്യം മനസ്സിലാക്കിയത്. യേശു ദൈവപുത്രനാണ്. ദൈവപുത്രന്റെ ശക്തി സാത്താന് ബോധ്യമായി. സാത്താൻ യേശുവിനോട് പറയുന്നത്, ഈ കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞാൽ അവ ഇപ്പോൾ അപ്പമാകും. ഒന്നാമത്തെ പ്രലോഭനവും പ്രലോഭനങ്ങളുടെ ശക്തിയും യേശുവിന് തിരിച്ചറിയാമായിരുന്നു. യേശു സാത്താനോട് പറയുന്നത് വചനത്തിലൂടെയാണ്. യേശു പറയുന്നു, അപ്പം കൊണ്ടല്ല മനുഷ്യപുത്രൻ ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും. അപ്പം കൊണ്ടല്ല മനുഷ്യപുത്രൻ ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന
ഓരോ വചനം കൊണ്ടും മനുഷ്യപുത്രനെ പറ്റിയാണ് പറയുന്നത്. യേശു മനുഷ്യരെ പറ്റിയാണ് പറയുന്നത് സാത്താനോട്. മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രനു വേണ്ടി ദൈവപുത്രൻ ശരീരമെടുത്ത് പരീക്ഷകനെ പരാജയപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് ഒന്നാമത്തെ പരീക്ഷണം. അപ്പൊ യേശു മനുഷ്യപുത്രന് നൽകുന്ന ഭക്ഷണമാണ് വചനം. യേശു ദൈവപുത്രനാണ്. യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങൾ കൊണ്ടും ജീവിക്കും. വചനം കൊണ്ട് ജീവിക്കുമെന്ന് യേശുവാണ് പറഞ്ഞത്. അത് സത്യമാണ്. രണ്ടാം സ്ഥലത്തേക്ക് യേശുവിനെ സാത്താൻ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകുന്നു. യേശുവിനെ സാത്താൻ ഉയർന്ന മലയിലേക്കാണ് കൊണ്ടുപോയത്. ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തി. ആ കാലഘട്ടങ്ങളിലൊക്കെ ഉയർന്ന മലകളിലാണ് ദേവാലയങ്ങൾ പണിയുക, പൊക്കമുള്ള സ്ഥലം. അപ്പം ആ പൊക്കം പോരാഞ്ഞിട്ട് യേശുവിനെ ദേവാലയത്തിന്റെ അഗ്രം കൊണ്ട നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനായിരിക്കുന്നു, ദൈവവും നിന്നോട് കൂടെ ഇരിക്കുന്നു. നീ ദൈവപുത്രനായിരിക്കുന്നു, നീ താഴേക്ക് ചാടുകയാണെങ്കിൽ നിന്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ നിന്റെ മാലാഖമാർ നിന്നെ കൈകളിൽ താങ്ങുമെന്ന് പറയുന്നു. പരീക്ഷകൻ, പരീക്ഷിക്കപ്പെടുന്നവൻ. എന്നാൽ നാം ആ പരീക്ഷയിൽ വീഴാതിരിക്കാനാണ് ദൈവം വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രലോഭനങ്ങളും പരീക്ഷകളും ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവയിലൊന്നും നിങ്ങൾ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചു. യേശുവിനെ പരീക്ഷിക്കുന്ന സാത്താൻ മനുഷ്യനെ പരീക്ഷിക്കുമെന്ന് യേശുവിനറിയാം. അതുകൊണ്ട് പരീക്ഷകനായ സാത്താനോട് യേശു പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പൊ നമ്മൾ ദൈവത്തെ ഒരിക്കലും പരീക്ഷിക്കരുത്. അസംശയത്തോടെയോ സംശയത്തോടെയോ ദൈവത്തെ നോക്കരുത്. ദൈവത്തെ വിശ്വാസം കൊണ്ട് മാത്രമേ നിങ്ങൾ നോക്കാവൂ. നിങ്ങൾ ബലഹീനരായി പോകരുത്. കാരണം ദൈവം ബലവാനാണ്. അപ്പൊ നിങ്ങളുടെ പിതാവ് ബലവാനും ശക്തനുമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ടാണ് പരീക്ഷകൻ പ്രലോഭനങ്ങൾ അയച്ചിട്ടും യേശു അവയിലൊന്നും വീണില്ല. നാമും അങ്ങനെ തന്നെ ആയിരിക്കുവാൻ വേണ്ടിയാണ് യേശു പ്രലോഭനങ്ങളെ അതിജീവിച്ചത്. അടുത്തതാണ് യഥാർത്ഥ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. മൂന്നാം സ്ഥലം, യേശുവിനെ പ്രലോഭകൻ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഏറ്റവും ഉയരം കൂടിയ മല. അവിടെ നിന്നുകൊണ്ട് ഞൊടിയിട കൊണ്ട് സകലതും സൃഷ്ടിച്ചതും മുഴുവനും ഒരു നിമിഷം കൊണ്ട് കാണിച്ചു കൊടുത്തു.
എല്ലാം കാണിച്ചു കൊടുത്തിട്ട് യേശുവിനോട് സാത്താൻ പറയുകയാണ്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ, പ്രലോഭകന്റെ ശക്തിയുടെ ഭാഗമാണിത്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിനക്ക് നൽകാം. സാത്താൻ ആരാധന ആഗ്രഹിക്കുന്നു. ആരാധന സാത്താന് ലഭിക്കണമെന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് യേശു പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നു. യേശു ദൈവപുത്രനാണെന്നും ദൈവവചനം കൊണ്ട് മാത്രമാണ് യേശു ജീവിക്കുന്നതെന്നും സാത്താന് ബോധ്യം വന്നതുകൊണ്ടാണ് പ്രലോഭനങ്ങൾ അയക്കുന്നത്. ഇവിടെ യേശു ഒരു മനുഷ്യന്റെ ഏത് പ്രലോഭനത്തിൽ വീണാലും പ്രലോഭനത്തിൽ അവൻ നശിച്ചു പോകാതിരിക്കുവാൻ യേശു പ്രലോഭന കൊടുക്കുന്ന താക്കീതാണ്. ഇങ്ങനെ പറയുന്നു യേശു, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പം സംസാരമല്ല ഇവിടെ ശക്തി, എഴുതപ്പെട്ടതാണ് ശക്തി. അപ്പൊ സാത്താൻ എഴുതാത്ത കാര്യങ്ങൾ പറഞ്ഞു, യേശുവാകട്ടെ എഴുതപ്പെട്ടത് നിറവേറി. യേശു പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. പ്രലോഭകൻ യേശുവിനെ വിട്ടുപോയി. കാരണം എഴുതപ്പെട്ടത് മാറ്റമില്ലാത്തവയാണ്. യേശുവിനെ പ്രലോഭകൻ വിട്ടുപോയപ്പോൾ ദൈവദൂതന്മാർ യേശുവിനെ സ്വീകരിച്ചു കൊണ്ടുപോയി. അപ്പൊ നാം എല്ലാവരും ഒരു പ്രലോഭനത്തിലും വീഴരുത് എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. പ്രലോഭനങ്ങൾ ഉണ്ടാകാം, പക്ഷെ നിങ്ങൾ അതിൽ വീണു പോകാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രലോഭകൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എഴുതപ്പെട്ട രഹസ്യങ്ങളാകുന്ന വചനങ്ങൾ കൊണ്ട് പ്രലോഭകനെ ജയിക്കുവിൻ. യേശു എങ്ങനെയാണ് പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചത്, അല്ലെങ്കിൽ പ്രലോഭകനെ പരാജയപ്പെടുത്തിയത്? വിശുദ്ധ വചനത്തിലൂടെയാണ്. ആയതിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവവചനം വസിക്കുവാൻ നാം ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ.